മാനന്തവാടിയിൽ വലിയ ജനകീയ പ്രതിഷേധം നടക്കുകയാണ്. നാട്ടുകാർ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. അജീഷിന്റെ മൃതദേഹവുമേന്തിയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കടന്ന കാട്ടാനയുടെ ആക്രമണത്തിലാണ് അജീഷിന്റെ ദാരുണമായ അന്ത്യം. വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ അനാസ്ഥ എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് നാട്ടുകാർ ഒന്നടങ്കം ഇപ്പോൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. സജോ ദേവസ്യ മാനന്തവാടി ടൗണിൽ തുടരുന്നുണ്ട്. സജോ, നാട്ടുകാരെന്താണ് ആവശ്യമായി പറയുന്നത്? പ്രതിഷേധം ഏതറ്റം വരെ പോകുമെന്നാണ് അവർ പറയുന്നത്? സജോ, കേൾക്കാമോ? നാട്ടുകാരുടെ ആവശ്യം എന്താണ്? പ്രതിഷേധം ഏതറ്റം വരെ പോകുമെന്നാണ് അവർ പറയുന്നത്? മാനന്തവാടി ടൗണിൽ നടക്കുന്ന ജനകീയ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അജീഷിന്റെ മൃതദേഹവും എന്തിയാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. കളക്ടർ സ്ഥലത്ത് എത്താതെ പിരിഞ്ഞു പോകില്ല. ഇരയുടെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം, ജനങ്ങളുടെ ജീവന സുരക്ഷ എന്നതടക്കം എല്ലാ കാര്യങ്ങളിലും ഉറപ്പ് കിട്ടിയാൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. മാനന്തവാടി ടൗണിൽ ജനങ്ങൾ ഒന്നടങ്കം കുത്തിയിരുന്നിപ്പോൾ പ്രതിഷേധിക്കുകയാണ്. സജോ ദേവസ്യ ചേരുന്നുണ്ട്. സജോ, എന്തൊക്കെയാണ് നാട്ടുകാരുടെ ആവശ്യമായി അവർ പറയുന്നത്? പ്രതിഷേധം ഏതായാലും നേരിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി സംസാരിക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഈ മൃതദേഹവുമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുന്നിൽ കാത്തുനിന്നിരുന്നു. ആ ഘട്ടത്തിൽ കലക്ടറോ ഉദ്യോഗസ്ഥരോ DFIയോ ഒന്നും എത്തിയില്ല. അതാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് പോയത്. അവിടെ കാത്തുനിന്നു, അവിടെ ഉദ്യോഗസ്ഥർ വരണം. അവിടെ റവന്യൂ വകുപ്പിന്റെ ഏതാനും ഉദ്യോഗസ്ഥരാണ് ഉണ്ടായിരുന്നത്. കളക്ടർ വരണമെന്ന് ആവശ്യപ്പെട്ടാണ് ജനങ്ങൾ അവിടെ സമാധാനപൂർവ്വം കാത്തു നിൽക്കുകയായിരുന്നു. പക്ഷേ കളക്ടർ വന്നില്ല. ഇത്രയും നേരം, അതായത് 3 മണിക്കൂറിലേറെ ആശുപത്രി പരിസരത്ത് കളക്ടർ വന്ന് ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ, അല്ലെങ്കിൽ മന്ത്രി വന്നൊരു പരിഹാരം നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമാധാനപരമായി നിന്ന ജനങ്ങളാണ് ഇപ്പോൾ ഈ തെരുവിലിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ജനങ്ങളോട് പുച്ഛമനോഭാവം പുലർത്തുന്ന, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന ഒരു കളക്ടർ ഭരണ സംവിധാനമാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഇതിപ്പോൾ ജനങ്ങൾക്കൊരു പ്രശ്നം നേരിട്ടാൽ സ്വാഭാവികം ഇത് ഈ മാനന്തവാടിയിൽ തന്നെ രണ്ടാമത്തെ സംഭവമാണ്. കഴിഞ്ഞ ദിവസം ഈ ആനയുടെ സാന്നിധ്യമുണ്ടായി. അതല്ല പ്രശ്നം. കളക്ടർ ജനങ്ങൾ ആവശ്യപ്പെട്ടത് അധികാരികൾ മറുപടി പറയണം. അപ്പോൾ അവർ ജനങ്ങളെ കേൾക്കാൻ, അവർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരണ്ടേ? അവർ പരിഹാരമൊന്നും നിർദ്ദേശിക്കേണ്ടതില്ലായിരുന്നു. അവർക്ക് 1 മണിക്കൂർ കൊണ്ട് കൽപ്പറ്റയെന്ന് മാനന്തവാടി എത്താവുന്ന കളക്ടർ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത്രയും ആവശ്യം ഉയർന്നിട്ടും അവരിവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. സാധാരണക്കാരായ ജനങ്ങളാണ് വയനാട്ടിലുള്ളത്. കർഷകരും കൂലിപ്പണിക്കാരും മാത്രമായിട്ട് ഉള്ള ജനങ്ങളാണ്. ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടത് സർക്കാരാണ്. അതുകൊണ്ട് തീർച്ചയായും സർക്കാർ ശാശ്വതമായൊരു പരിഹാരം കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആവശ്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1 2 സംഭവമല്ല, നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും കടുവയായിട്ടും അതുപോലെ തന്നെ ആനയായിട്ടും അല്ലെങ്കിൽ മറ്റെന്തെല്ലായിട്ടും വന്യമൃഗ വീട്ടുമുറ്റത്ത് നിന്നാണ് ജീവൻ. തീർച്ചയായിട്ടും. കാരണം വീടിന്റെ മുറ്റത്തോ പെരയ്ക്കകത്തോ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വയനാടിന്റെ അവസ്ഥ എത്തിയിരിക്കുകയാണ്. ഇതിന് എന്തുകൊണ്ടാണ് പരിഹാരം കാണാൻ താമസിക്കുന്നത്? വയനാട് ജനങ്ങൾ മനുഷ്യരല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ വയനാട്ടിലുള്ള ജനങ്ങൾക്ക് പൂർണ്ണമായ സംരക്ഷണം ശാശ്വതമായ രീതിയിൽ പരിഹരിക്കണമെന്നാണ് പറയാനുള്ളത്. പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ ഈ നാടുകളിൽ നിന്ന്, നമ്മളെ ഈ മാനന്തവാടി വിട്ടുകഴിഞ്ഞാൽ ഫോറസ്റ്റ് അതിർത്തികളാണ് പല ഏരിയകളും. നിങ്ങളൊന്ന് ആലോചിച്ചു, രാവിലെ മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾ രാവിലെ 6 മണിക്ക് എണീച്ച് പോകുന്നതാണ്. അതുപോലെ തന്നെ വെച്ചാൽ സ്കൂളിലേക്ക് കുറേ ദൂരം പോകേണ്ട കുട്ടികൾ, ഇപ്പം കാട്ടിക്കുളത്തെല്ലാം വരികയാണെങ്കിൽ കുട്ടികൾ അവിടുന്ന് രാവിലെ 7 മണിക്ക് എണീച്ചിട്ട് മാനന്തവാടി ഹൈസ്കൂളിലേക്ക് എത്തണം. അപ്പോൾ ഇത്രയും നേരത്തെ അവർ വരുമ്പോൾ വെച്ചാൽ ഈ രക്ഷിതാക്കൾക്ക് ജോലിക്ക് പോകണോ, ഇവരെ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് എത്തിക്കണോ എന്നുള്ളത് കൺഫ്യൂഷനിലാണ്. അപ്പോൾ ശരിക്കും ഇവരെന്താ ചെയ്യേണ്ടത്? അവരെ ബൗണ്ടറി കാര്യങ്ങൾ കറക്റ്റാക്കുക. പിന്നെ മെനഞ്ഞാന്ന് വന്ന ആന, റഡാർ പിടിപ്പിച്ച ആനയാണ്. അതെങ്ങനെ ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തി? അത് അത്രയും ദൂരത്ത് വരുമ്പോൾ ഇവർക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയില്ലേ? അതാണ്. പിന്നെ എന്തിനാണ് ഇവർ ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്താണ് ജനങ്ങൾക്കുള്ള അതിന്റെ പരിഹാരം? ശരി, കളക്ടർ അടക്കം എത്താൻ വൈകുന്നതിലുള്ള ജനകീയ പ്രതിഷേധമാണ് അവിടെ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. സജോ ദേവസ്യാണ് നാട്ടുകാരുടെ പ്രതികരണങ്ങൾ
നൽകിക്കൊണ്ടിരിക്കുന്നത്.